ഓക്കെ അല്ലേ? വെള്ളം കുടിക്ക് പോരാ. മോനെ തുമ്പരുതേ മോനെ. അതൊന്നുമില്ല, അവൾക്ക് ഇരുട്ട് പേടിയാ. അപ്പം ഞാൻ ഓർമ്മിക്കാതെ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ ഇരുട്ട് കണ്ട് പേടിച്ചതാണ്. ഞാൻ പേടിച്ചു പോയി. കുഴപ്പമൊന്നുമില്ല സാർ, ഞാൻ നോക്കിക്കോളാം. സൂക്ഷിക്കണേ. ആ തരാ. നീ എന്തോ ഉണ്ടായി പൊപ്പിച്ചില്ലടാ. അച്ഛാ ഇവനെ പോലെ പക്വതല്ലാത്തവരെ കല്യാണം കഴിപ്പിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലേ. അച്ഛാ അവനെ വിളിച്ചോണ്ട് പോയ. നല്ല ഉറക്കമാണല്ലോ. കല്യാണം കഴിഞ്ഞ് ഉറക്കമൊന്നും ഇല്ലല്ലേ? ഹിജൊക്കെ ഇവിടെ നോക്കട്ടെ. അതല്ല, നീ പറഞ്ഞത് ശരി തന്നെ. കല്യാണം കഴിഞ്ഞിട്ട് ഉറക്കമില്ല. അത് തന്നെ ഞാനും പറഞ്ഞു, ഉറക്കമൊന്നും ഇല്ല. ഇവിടെ അതല്ല, കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും ഉറക്കമില്ല. എന്താ അങ്ങനെ? അതെങ്ങനെയാ? എടാ, എനിക്കൊരു പ്രശ്നമുണ്ട്. നൈറ്റോഫോബിയ. എനിക്ക് ഇരുട്ട് പേടിയാ. ലൈറ്റ് ഓഫ് ചെയ്താൽ ഉറങ്ങാൻ പറ്റില്ല. ഇതാണ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. എന്തോടത്? ഇതൊരു സ്പെഷ്യൽ മന്ത്രത്തിൽ ജപിച്ച ചരട. ഇത് നീ കെട്ടിയാൽ മതി, ഏത് ഉറക്കമില്ലാത്തവനും ഉറങ്ങാൻ പറ്റും. നിനക്കത് പാടുന്നിട്ട്? അതായത് കുഞ്ഞമ്മാവൻ്റെ ആരെയും കെട്ടിയിരുന്ന പുള്ളിക്ക് വേണ്ട ഉറക്കമില്ലായിരുന്നല്ലോ. ഇത് കെട്ടി പിന്നല്ലേ ഉറങ്ങാൻ പറ്റിയത്. പുള്ളി പുറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, ഞാൻ അതുകൊണ്ട് നൈസായിട്ട് പിള്ളേരെ നിങ്ങൾ ഊരിക്കൊണ്ട് വന്നാ. ഇപ്പം ഇത് പുള്ളിയേക്കാൾ ആവശ്യം നിനക്കാ. നീ വെക്ക്. ഇനി ഇതും വലിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. അതെന്തോ? കത്തി എടുത്ത് കിടക്കുമ്പോൾ തലയുടെ അടി വെക്കണം. എടാ കഴുത്ത് മുറി ചത്തൂല്ല. തലയുടെ അടിയിൽ എന്ന് പറഞ്ഞാൽ തലയുടെ ഇവിടെ കൊണ്ടേ അല്ല, തലേനയുടെ അടിയിൽ. ഈ പിച്ചാത്തി പേനാക്കത്തിയൊക്കെ സേഫാ. വാക്കത്തി വെക്കരുത്, ഭാര്യമാർക്ക് എടുത്ത് വെട്ടാൻ. ഉറങ്ങണ്ടേ? കൊല്ലു മനുഷ്യനെ. ഉറങ്ങാൻ പറ്റണേ എനിക്ക്. തലയ്ക്ക് വിഴിഞ്ഞതാ, ഇരുട്ടിന്റെ പേടി മാറാൻ. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാ, 2500 രൂപയായി. ഇരുട്ടിന്റെ പേടി മാറും, നല്ല ഉറക്കം കിട്ടുമെന്നാണ് ജോത്സ്യം പറഞ്ഞത്. നീ ഒന്നും ഉണ്ടാവില്ല, ഓൺലൈൻ ജ്യോതിഷം പറഞ്ഞതാ. കിടന്നോ ഈശ്വരനെ പ്രാർത്ഥിച്ച് കിടന്നോട്ടാ. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. തുടങ്ങില്ല, കിടന്നോ. എന്തെങ്കിലും ജോലിയിലാണോ? ഇല്ലടാ, ഞാനത് കുറച്ച് സാധനം ഉണ്ടായിരുന്നു, അടുക്കി വെക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സാധനം വരപ്പ്. എവിടെയാ? നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റീഫൻ എനിക്കൊരു സൈക്യാട്രിസ്റ്റിന്റെ അഡ്രസ്സ് തന്നിട്ടുണ്ട്. സൈക്യാട്രിസ്റ്റിനെ കാണാൻ മാത്രം എന്ത് പ്രശ്നമുള്ള ഇവിടെ? വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു ഒപ്പീനിയൻ എടുക്കാൻ പോയി കണ്ടിട്ട്. എനിക്ക് ഇരുട്ട് പേടിയാന്നില്ലല്ലോ, അത് നീ ഉണ്ടല്ലോ. അജു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോൾ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ ഞാൻ ഇരിക്കുന്നത്? നീ ഉറങ്ങുന്നുണ്ട്, ഞാൻ ഉറങ്ങുന്നില്ല. തൂങ്ങിപ്പിടിച്ച കണ്ണുമായിട്ടാണ് ഞാൻ ഓഫീസിൽ പോയിരിക്കുന്നത്. എൻ്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തത്? എടാ, അത് ശീലമായിക്കോളും. ശീലമായിക്കോളുന്നോ? നീ എന്താ ഈ പറയുന്നേ? ഉറക്കമില്ലാണ്ട് എത്ര ദിവസമായെന്നറിയോ? ഇന്ന് മാറും നാളെ മാറും പറഞ്ഞ് എത്ര നാളെ കൊണ്ടിരിക്കുന്നത്? സൈക്യാട്രിസ്റ്റിനെ കാണാനുള്ള പ്രശ്നമൊന്നും ഇല്ല ഇവിടെ. ഞാൻ മാത്രമൊന്നും അല്ല ലൈറ്റ് ഓൺ ആക്കി കിടന്ന് ഉറങ്ങുന്നേ. കാജു, എനിക്ക് വേറെ ആരെ കാര്യം അറിയണ്ട. എൻ്റെ വൈഫിന്റെ കാര്യം അറിയാവോ? എൻ്റെ വൈഫിന് ഇതിന്റെ ഇഷ്യമുണ്ട്, അത് മാറേണ്ടത് എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ നീ എൻ്റെ കൂടെ വരണം. മനസ്സിലാവുന്നുണ്ടോ എനിക്ക് പറഞ്ഞത്? റെഡിയാവും. ഇതിന് കൂടെ സംസാരമില്ല, നമ്മൾ പോകുന്നു, അത്രേ ഉള്ളൂ. കാജു വരാൻ വാ. കാജു, നീ ഇതൊരു റെഡി ആയില്ലേ? എണീറ്റാ റെഡി ആയിക്കേ. അമ്മ പ്ലീസ്, ഞാൻ ഇവിടെ ഇരുന്നോളാം. അമ്മ. കാജു, നീ എന്തൊക്കെയാ പറയുന്നേ? അമ്മ, എനിക്ക് ഇരുട്ട് പേടിയാ. അമ്മ പ്ലീസ്. കാജു, നീ എന്തൊക്കെയാ പറയുന്നേ? എണീച്ചാ അങ്ങോട്ട്. അമ്മ പ്ലീസ്. അമ്മ പ്ലീസ്. ഇല്ല അമ്മ, ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ അച്ഛനോട് പറയത്തില്ല അമ്മ. അച്ഛനോട് പറയത്തില്ല അമ്മ. പ്ലീസ് അമ്മ, പ്ലീസ്. എനിക്ക് പേടിയാ അമ്മ, എനിക്ക് പേടിയാ. പ്ലീസ് അമ്മ, എന്നെ പേടിയല്ല അമ്മ. ഇല്ല അമ്മ, പ്ലീസ്. ഇല്ല കാജു, 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 കാജു. ഈശ്വര. അച്ഛാ, വരുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ടോടെ കൊണ്ടുവരണേ. ഓക്കെ, താങ്ക് യു. ഹായ് രാഹുൽ, ഹൗ യു? ടെൻഷനൊന്നും ആവണ്ട, ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളായി?
കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 3 ആഴ്ചയാവുന്നു. കാജലിന്റെ പാസ്റ്റിനെ കുറിച്ച് രാഹുലിന് എന്തെങ്കിലും അറിയോ? അങ്ങനെ കാര്യമായിട്ടൊന്നും കാജൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നു. കല്യാണത്തിന് മുമ്പ് സംസാരിച്ചപ്പോൾ രണ്ടാനമ്മയായിട്ട് അത്ര സ്വരചേർച്ചയിലല്ല എന്ന് തോന്നി പലപ്പോഴും. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റിൽ രാഹുലിന് അറിയാത്ത കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ശരിക്കും കാജലിന് നൈറ്റോഫോബിയ എന്ന് പറയുന്നത് ആളുടെ ഒരു ട്രോമ റെസ്പോൺസ് ആണ്. കാജൽ അത്രയും സ്നേഹിക്കുകയും ട്രസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് കാജലിൻ്റെ അമ്മ. ആ അമ്മ പോയത് തന്നെ കാജലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരുന്നു. ആ ഷോക്കിൽ നിന്ന് ആൾ റിക്കവർ ആവുന്നതിന് മുമ്പ് തന്നെയാണ് ഈ രണ്ടാനമ്മേൻ്റെ എൻട്രി ആളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ആൾക്കൊരിക്കലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഒന്നും ഈ രണ്ടാനമ്മയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഫിസിക്കൽ അബ്യൂസും വേർബൽ അബ്യൂസും ഒക്കെയായിരുന്നു കാജലിൻ്റെ ലൈഫ്. 10 വയസ്സ് മുതൽ കാജൽ ഏതൊക്കെ ഫേസിലൂടെയാണ് പോയതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളില്ലേ, അതിനുമൂലം വലിയ ശിക്ഷകളാണ് അവളുടെ രണ്ടാനമ്മ അവൾക്ക് കൊടുത്തത്. ഇരുട്ടുമുറിയിൽ അടിച്ചിടുക, വെറുതെ അടിക്കുക, പട്ടിണിക്കിടുക. ഭയങ്കര ബ്രൂട്ടൽ പാസ്റ്റ് ആയിരുന്നു കാജലിൻ്റെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ആൾക്ക് ഈ നൈറ്റോഫോബിയ വന്നതും. കാജലിൻ്റെ സിറ്റുവേഷൻ ക്യൂറബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതിലെന്നേക്കാളും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ രാഹുലിനായിരിക്കും. ഇത്രയും നാൾ കാജലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമോഷൻസും ഭയങ്കര ട്രോമാറ്റിക് ആണ്. എപ്പോഴും ഇരുട്ടിൽ അവളൊരു അപകടം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് പകരം ഈ ഇരുട്ടിലും നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടാകും എന്ന് അവൾക്ക് തോന്നിയാൽ അവളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ചുറ്റും ആൾക്കാരുണ്ടെന്ന് തോന്നിയാൽ her chances of recovery are very high. താങ്ക് യു ഡോക്ടർ. പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്.